ഹലോ ഗൈസ്, പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ രേണുസുതിക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഇത് പുറത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ ഞാൻ രേണുസുതി മൂലമായിട്ടാണ് എന്നെ പലരും വന്നിട്ട് നിങ്ങൾ രേണുസുതിയുമായിട്ട് ഭയങ്കര ഫൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഒരാള് സ്വന്തം ശരീര പ്രദർശനം നടത്തുന്നതിനോട് എനിക്ക് യാതൊരു രീതിയിലുള്ള എന്താ പറയണ, എനിക്കിത് താല്പര്യമില്ലാത്ത ഒരു സെക്ഷനാണ്. അതുകൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എവിടെയും പറയാറുമില്ല. എനിക്ക് താല്പര്യവുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇപ്പോ എനിക്ക് കൃഷ്ണകുമാറിന്റെ, നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും ഇളയ മകളുടെ ഒരു വീഡിയോ തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന അതാണ്. ഈ ഒരു സംഗതി കൊണ്ടുവന്നിട്ടിട്ട് ഇത് അവരുടെ സബ്സ്ക്രിപ്ഷൻ ചാനലിനകത്ത് കയറി എടുത്തു കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ അവര് അതിനകത്ത് കാണിക്കുന്നത് ഇതാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് മിണ്ടാൻ പറ്റാത്തത്? അത് പിന്നെന്താ സ്റ്റാർഡോമുള്ള കിട്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് ഭയമുണ്ടത് കൊണ്ടാണോ മിണ്ടാത്ത എന്നൊക്കെയായിരുന്നു ചോദ്യം. പിന്നെ ഈ ചോദ്യം ചോദിച്ചവനോട് ചോദിക്കണം, നിനക്കിത് എവിടെ നിന്ന് കിട്ടി വാഴേ? നിനക്കിത് കിട്ടിയത് എവിടുന്നാണ്? അവളുടെ സബ്സ്ക്രിപ്ഷൻ കയറിയിട്ടല്ലേ. അവൾ അത് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ അത് അടച്ചു വെച്ചിരിക്കുന്നത്. പണം ഇട്ടാൽ അവൾ ഇതുപോലെയൊക്കെ പേക്കൂത്തുകൾ കാണിക്കും. അത് നിനക്ക് കാണാം എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ നീ അത് കയറി കണ്ടാ പോരെ? ഇപ്പൊ അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക്, ഇത് പബ്ലിക് ഡൊമൈൻ തന്നെ, പക്ഷെ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ എന്നൊരു സാധനമുണ്ട്. അതിനകത്ത് കയറി ഇത് കണ്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ട് നീ ഈ സ്ക്രൂ വയ്ക്കുമ്പോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും രേണുസുതി സബ്സ്ക്രിപ്ഷൻ നടത്തരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഈ രീതിയിൽ ഇപ്പൊ ഒരു വൈധവ്യ കാർഡ് ഇറക്കിക്കൊണ്ട് വരുന്നു. ശരി, ഞങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഞങ്ങൾ വിധവകൾ ഇങ്ങനെ ആകണം എന്നൊരു മോഡലിസം അവൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. അത് പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവള് തുണിയൂരി കാണിക്കുന്നതിനോ അവള് എങ്ങനെ പോണേനോ ഒന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല. ബേസിക്കലി അത് അവളുടെ പ്രോബ്ലമാണ്. അതേപോലെ കിച്ചു അതിനൊരു വിഷമം പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിക്ക് പോയി ചേർന്ന് നിന്നതിന്റെ കാരണം അമ്മായി കാണിക്കുന്ന പേക്കൂത്ത് കണ്ട ആ കൊച്ചിന് വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞു. ഇത് കോമൺ ആയിട്ട് നമുക്ക് വന്ന ഒരു സബ്ജക്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവളൊക്കെ എന്ത് കാണിച്ചാൽ നമുക്കെന്ത്? ആരോ എന്തോ കാണിക്കും. ഞാൻ ഇതുവരെ അവളുടെ കാളുകളുടെ സൗന്ദര്യത്തിനെ കുറിച്ച് അവള് പറയുന്നതിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഒരു ബക്കറ്റ് നിറച്ച് ചെരുപ്പ് വാങ്ങിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചോളൂ. എന്റെ പോയിന്റ് കറക്റ്റ് ആണോ? അതേപോലെ ആ വീട് വെച്ച കേസിന്റെ കാര്യം, അതും ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. പണം വന്നിട്ടുണ്ട്, ഇത്രയും രീതിയിൽ വീട് കിട്ടി, ബാക്കിയുള്ള സൗകര്യങ്ങൾ കിട്ടിയെങ്കിൽ ആ കുട്ടിയും കൂടെ അവിടെ ചേർത്ത് പിടിക്കൂ. അതിനെ നീക്കി നിർത്തിയത് എന്തിനാ? ഈ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ മുന്നോട്ട് വെച്ചോളൂ. നിങ്ങൾ ഇത് എന്താണ് ആ നരേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് നോക്കാം. അവിടെ ആർക്കെങ്കിലും ഉണ്ടാ? ആ സിന്ധു മാത്രം മര്യാദയ്ക്ക് ഇത്തിരി പോലും ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നതാണ്. സ്വാതന്ത്ര്യം എന്നാൽ തുണി ഊരി കളയലെന്ന് ഇപ്പോഴത്തെ ജനറേഷന് തോന്നലാണ്. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും എന്റെ വീട്ടിലെ കുട്ടി ഇതുപോലെ കാണിച്ച് നല്ല അടി കൊടുക്കും ഞാൻ, നല്ല അടി പറ്റിക്കും ഞാൻ. അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ വീട്ടിൽ ചോറും കറിയും വെച്ച് കൊടുക്കൂല, ഞാൻ സമ്മതിക്കൂല. എനിക്ക് പറ്റത്തില്ല. എന്റെ വീട്ടിലെ പെമ്മക്കള് ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പണം കൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റെ കാര്യമല്ലേ ചെയ്യാൻ പറ്റൂ. എനിക്കിപ്പോ ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റൂ. നമുക്ക് നമ്മളുടേതായ ലിമിറ്റേഷൻസ് ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടി, അതായത് ഇപ്പോ ഒരു കുട്ടിയുള്ള കുട്ടിയുണ്ടല്ലോ, രണ്ടാമത്തത് ഒരു കുട്ടിയുണ്ട്, സ്വർണ്ണമൊക്കെ വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചു, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വിറ്റ് നടക്കുന്ന പേര് മറന്നു, ദിയാകൃഷ്ണ എവിടെയോ പിന്നെ കൊച്ചിന്റെ ബേബി ഷവർ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നിന്ന് ഒരു കോലം കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതെടുത്ത് വെച്ച് പറഞ്ഞില്ലേ? അന്നെന്താ? അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് അവരിട്ട ഫോട്ടോയാണ്. ഒരു പബ്ലിക്കിലേക്ക് അങ്ങനെ ഒരു സാധനം ഇടുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് പറയും. പിന്നെ അവരുടെ കുടുംബം നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. അയാൾ പറയണ എന്താണ്? കുഴി കുത്തി കഞ്ഞി കുടിക്കുന്നത് കണ്ട് അയാൾക്ക് കൊതി വന്നു എന്നാ പറയണേ. അപ്പൊ ഗോത്രകാലത്തിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവര്. ഇത്രയും മക്കളുണ്ടെങ്കിൽ എനിക്ക് ഇനിയും കൂടുതൽ പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് സിന്ധു കൃഷ്ണ. അതെന്തുകൊണ്ടാണ്? നമുക്കൊക്കെ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു വെപ്രാളമാണ്, ഒരു ടെൻഷനാണ്. അവരെ കെട്ടിച്ചു കൊടുക്കണം, അവർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥയൊക്കെ അനുസരിച്ചിട്ടുള്ള പേയ്മെന്റുകൾ സെറ്റിൽ ചെയ്യണം, അവരുടെ ജീവിതത്തിലുടനീളമുള്ള എല്ലാ ട്രബിൾസിലും നമ്മളും ഭാഗമാകണം. അതേപോലെ തന്നെ മറ്റൊരു വീട്ടിലേക്ക് ജീവിക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ നേരിടേണ്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര വേവലാതിയായിരിക്കും. ഒരു പെൺകുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേവലാതിയാണ്. രണ്ടാമത്തെ കാര്യം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എപ്പോ വേണമെങ്കിലും സംഭവിക്കും ആ കുട്ടിക്ക്. അപ്പൊ നമ്മൾ കണ്ണും കരുതലുമായി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. വഴി വരച്ചു പോകാം, പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ പെൺകുട്ടികൾ എപ്പോഴും ഒരു ഭയപ്പാടോടുകൂടി നോക്കി കാണുന്ന ഒരു അവസ്ഥയുണ്ട് പെൺമക്കളെ. അവർക്ക് പെൺമക്കൾ ലാഭമാണ്. കാരണം ദേ ആർ ഏണിംഗ് മെമ്പേഴ്സ്. അത് എങ്ങനെ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. പിന്നെ നമുക്കെന്താ പ്രശ്നം? അവർക്കില്ലാത്ത പ്രശ്നം നമുക്കെന്തിനു വരണം? നിങ്ങളെന്തിനാ അതിന് ബോധറിയാൻ പോകുന്നേ? ഇപ്പൊ ഇവര് നമ്മുടെ രഹന ഫാത്തിമയെ കണ്ടിട്ടുണ്ട്. ചിങ്കിളാണ്. ഈ ചൂട് കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളിക്കാരത്തെ അരയും കുറെ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിതിവിടെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് അവളുടെ തന്നെ, അവക്കും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ.
അവള് പക്ഷെ സബ്സ്ക്രിപ്ഷനിലും അല്ല, അവളുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അവൾ ഇട്ടിട്ടുണ്ട്. അവള് വർത്താനം പറയണ തന്നെ അങ്ങനെ. മാപ്പിള കളഞ്ഞിട്ട് പോയ ശേഷം ഇപ്പൊ ഇത്തിരി ഇടും, മേലും താഴെയൊക്കെ ഒരു വള്ളിയെങ്കിലും കെട്ടിവെക്കും. മറ്റത് അതും ഇല്ലായിരുന്നു. അയാൾ അതിന് സമ്മതവുമായിരുന്നു. ഒരുത്തൻ കൊണ്ടുപോയി, അതും സനാതന മർമ്മിയായിരുന്നു. സനാതന മർമ്മൻ കെട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ആ പെണ്ണിന് തുണി ഊരിയിട്ട് നാട്ടുകാരെ ഇതാണ് നവോത്ഥാനം എന്ന് കാണിക്കാൻ തോന്നിയിട്ടുള്ളത്. ഇവിടെ വത്തയ്ക്ക മത്സരം വന്ന് മറയ്ക്കൽ സമരം നടന്ന ആ ഒരു നാട്ടില് വത്തയ്ക്ക തുറക്കൽ സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ബേസിക് റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ത്രീകൾ എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ അറിയത്തില്ല. നമ്മളിവിടെ സിനിമകൾ കാണുന്നുണ്ട്, ഏത് സിനിമ എടുത്തു നോക്കിയാൽ ഇപ്പം നമ്മള് ഹിമാലയത്തിന്റെ അടുത്ത് നിന്നുള്ള ഒരു പാട്ട് കാണും, അല്ല ആപ്പിൾ പെണ്ണേ നീ ആരോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഞാൻ അത് വളരെ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. കാരണം തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസിന്റെ ബോഡി ആണെങ്കിൽ പെട്ടെന്ന് ഷിവറിങ് ആവും. അതില് അരയും കുറെ ഇട്ടുണ്ട് അവളോട് ഡാൻസ് കളിക്കുകയാണ്. അതേപോലെ നയൻതാരയുടെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാണ്, നായകൻ നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് വന്ന് ഡാൻസ് കളിക്കും, പക്ഷെ പെണ്ണിന് അരയും കുറേ കാണുള്ളൂ. ഇത് ആരെ കുഴപ്പ? അത് കാണാൻ പോകുന്നവരുടെ കുഴപ്പമാണ്. പക്ഷെ ആളുകൾ ആരെയാ കുറ്റം പറയാ? പെണ്ണുങ്ങളെയാ പറയണേ. നമ്മളൊരു മെറ്റീരിയൽ ആയിട്ട് അവരങ്ങ് ചിത്രീകരിക്കുന്നു. ഇവിടെ സ്ത്രീകൾ എത്രത്തോളം ശക്തരാണെന്ന്, സ്ത്രീകളെ കൊണ്ട് എന്ത് പറ്റുമെന്നും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ, ഗൗരി അമ്മ ഉൾപ്പെടെ എത്രയോ പെണ്ണുങ്ങൾ, ഝാൻസി റാണി ഉൾപ്പെടെ എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ തെളിയിച്ചതാണ്. അവരാരെങ്കിലും ചെട്ടിയും പാടിയും ബിക്കിനി ഇട്ടുകൊണ്ടാണോ അത് തെളിയിച്ചത്? അല്ലല്ലോ. ആണിന് എന്ത് സാധിക്കുമോ അതിന്റെ ഒരു പടി മകളിൽ പെണ്ണിന് സാധിക്കുമെന്നുള്ള തെളിവാണ് നീയൊക്കെ ഇപ്പൊ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം. അവന്മാർക്ക് ഒരു നിമിഷത്തെ സുഖമാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ കാലത്തെ സ്ട്രഗിളാണ്. നിങ്ങളൊരു കുഞ്ഞിന് ജീവൻ കൊടുക്കുന്നത് എത്രയോ കാലത്തെ സ്ട്രഗിളാണ്. അതും അതിനുശേഷവും മരണം വരെ ഒരാളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന അമ്മയുടെ മടിത്തട്ട. അപ്പൊ അത്രത്തോളം പ്രഷ്യസ് ആയ ഒരു ഒരു ഭാഗമാണ് ഈ പെണ്ണെന്ന് പറയുന്നത്. അതറിയാത്തവരോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? മോഡേണിസം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നാൽ വസ്ത്രമൂരി എറിയുക ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് എന്താ പറയുക? നമുക്ക് നമ്മുടെ അത്യാവശ്യ ഭാഗങ്ങൾ മറയ്ക്കാനുള്ള ഇത് നമുക്കുണ്ടാവണം ആ മനോഘടന. നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കാവത്തില്ല. ഇപ്പൊ നോക്ക്, എനിക്ക് കുറച്ച് എതിർപ്പവരുണ്ട്. അവരെന്താ പറയണേ? നിങ്ങൾ വെട്ടിയിറക്കിയ ഉടുപ്പിട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാക്ക് ഇട്ടു. അവർ നമ്മൾ പറയുന്നതോ നമ്മുടെ എബിലിറ്റിയോ അല്ല നോക്കുന്നതോ പറയുന്നത്. ഒരു മില്ലി ഇതുപോലും നമ്മൾ കാണിക്കാതിരുന്നാൽ പോലും അവരതിനകത്തേക്കാണ് കയറി പിടിക്കുന്നത്. ഇങ്ങനെ തുണി ഉരിഞ്ഞ് നടക്കുന്നവരെ അവർ മൈൻഡും ചെയ്യാറില്ല. എന്തുകൊണ്ടാണത്? ഒരു പെണ്ണിനെ ചീത്തയാക്കാൻ ഏറ്റവും എളുപ്പ മാർഗം അവളെ വാക്കുകൾ കൊണ്ട് വിവസ്ത്രയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പെണ്ണിന്റെ അഭിമാനം എന്തിലാണുള്ളത്? അവളെ വിവസ്ത്രയാക്കപ്പെടുമ്പോഴാണ് ആ അഭിമാനം നഷ്ടപ്പെടുന്നത് എന്നൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ടോ? ആ ധാരണ ഉള്ളവർ തന്നെയാണോ ഈ തുണി ഊരി കഴിഞ്ഞിട്ട് ഞാൻ സ്വതന്ത്രം എന്ന് പറയുന്നത്? ഒരു പെണ്ണ് ചീത്തയാവണമെങ്കിൽ അവളെ തുണിയില്ലാത്തവളാക്കണം, അവളെ കണ്ടവന്മാരെ കൂടെ അത്രയും ചേർത്ത് പറയണം. അവളെ ചീത്തയാക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം അതാ. അങ്ങനെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹ്യ നീതി ഇവിടെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ അരയും കുറയും തുണിയും ചിലപ്പോൾ തുണിയില്ലാതെയും കണ്ടവന്മാരെ കൂടെ എത്രയും ചുറ്റി അടിക്കുന്നതിന് സ്വാതന്ത്ര്യം എന്നാ പറയുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ടാലി ആകണ്ടേ? അതെങ്ങനെയാ ശരിയാവുക? പണ്ട് കാലഘട്ടങ്ങളിൽ നിവൃത്തികേട് കൊണ്ട് പഴങ്കഞ്ഞി കുടിച്ചിരുന്നവരാ നമ്മൾ. ഇന്ന് ആഡംബരമായി ആ ഭക്ഷണം മാറിയിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും നല്ല മാറ്റം. ഇതിനെ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പഴങ്കഞ്ഞി നല്ല ആരോഗ്യമുള്ള സംഗതിയൊക്കെ തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ആഡംബരമായി മാറിയിരിക്കുകയാണ്. അന്നത്തെ അവസ്ഥകേട് നിവൃത്തികേടുമായിരുന്നു, ഇന്നത്തെ ആഡംബരമായി മാറിയിരിക്കുന്നു. ഇത് അതുപോലെ തന്നെ ഈ വസ്ത്രത്തിന്റെ കേസ്. അതിന്റെ അത് ടാലി ആയത് കറക്റ്റായോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കുടുംബത്തിലുള്ള ഒരെണ്ണം പോലും, അതായത് 4 കുട്ടികളും അങ്ങനെ തന്നെയാണ്. അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവർ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതേപോലെ തന്നെ. പിന്നെ പൃഥ്വിരാജിന്റെ കുടുംബത്തിൽ നോക്കുക, പൃഥ്വിരാജിന്റെ ഭാര്യ പിന്നെയും ഡീസന്റ് ആയിട്ട്, അവരുടെ മകളും ഇതുവരെയും സോഷ്യൽ മീഡിയ വന്ന് ഒരു വൃത്തിയോട് കാണിച്ചില്ല. പക്ഷെ ആ മൂത്ത ചെറുക്കന്റെ മക്കളെ നോക്കിക്കാണ്. അതാണ് മോഡേൺ എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവർ കാണുന്ന അവരുടെ കൺസെപ്റ്റിലെ സ്വാതന്ത്ര്യം. ഇതാണ് അവർ കൊടുക്കുന്ന മെസ്സേജ്. അതാണ് നമ്മളെ കുട്ടികൾക്ക് ആ മെസ്സേജ് വേണ്ടാന്ന് കട്ടാറായിട്ടാ പറയാനുള്ള ആർജവം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടാക്കണം. ധൈര്യമായിട്ട് പറയണം, അതാണ് വേണ്ടത്. ഇതല്ല സ്ത്രീത്വം, ഇതിനെയല്ല പെണ്ണത്വം എന്ന് പറയുന്നത്. നമ്മൾ സിനിമകൾ വരുമ്പോഴും പല സിനിമകളിലും അരയും കുറയും ഇട്ട് തുണിയിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് കാലഘട്ടങ്ങളിലല്ല, പണ്ട് കാലഘട്ടങ്ങളിൽ പോലും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്. എത്രയോ സ്ത്രീകൾ ശക്തരായി നിലകൊള്ളുന്നുണ്ട്. അവര് പൊക്കിള് കാണിച്ചും മാറ് കാണിച്ചും ക്ലീവേജ് കാണിച്ചുമല്ല അവർ മുന്നിലെത്തിയ അഭിനയ ശേഷി കൊണ്ടാണ്. അങ്ങനെ വന്ന എത്രയോ പേരുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്.
അത് മനസ്സിലാക്കലുകൾ വരേണ്ടത് സ്ത്രീകൾക്കാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് ആളുകൾ കയറുന്നത്? ഈ പോൺ സൈറ്റിലേക്കും സബ്സ്ക്രിപ്ഷനിലേക്കും ഒക്കെ നമ്മുടെ ആൺകുട്ടികൾ എന്തുകൊണ്ട് പോയി കയറുന്നു? വീട്ടിലുള്ളവർ ചിന്തിക്കും. എനിക്കിത് കൊണ്ടുവന്ന് ഇട്ടവന്റെ അടുത്ത് എന്റെ ഒരു ചോദ്യം, ഈ സബ്സ്ക്രിപ്ഷൻ നിന്റെ അമ്മച്ചിയാണെങ്കിൽ നീ പോയി നോക്കൂ. നമ്മൾ ഇഗ്നോർ ചെയ്യുക. അവർക്ക് ഇങ്ങനെ കിട്ടും, പൈസ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ കാണിക്കുന്നു. അതിൽ അവർക്ക് നാണക്കേടില്ല. ഇല്ലാത്തവരത് കാണിക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്തുകൊണ്ട് രേണു പറഞ്ഞ കാര്യങ്ങളും രേണുവിന്റെ പ്രവൃത്തിയും മറ്റുള്ളവരെ ഒട്ടി. ഇപ്പം ഈ പറയുന്ന കൊച്ച് എവിടെയും പിച്ച എടുക്കാൻ പോയില്ല. ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് അതിന്റെ സുനായം കൊണ്ടുവന്നിരുന്നുകൊണ്ട് ബഹളം വെച്ചില്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും ജോലിക്കൊന്നും പോകാൻ വയ്യ, അവര് സമ്പാദിക്കുന്നു, അത്രേ ഉള്ളൂ. അവരുടെ അച്ഛനും അമ്മയും സെറ്റിൽഡായി നല്ലപോലെ അധ്വാനിച്ച് എവിടെയെങ്കിലും സെറ്റിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അത് ചെയ്തിട്ടില്ല, സിമ്പിൾ. അതുകൊണ്ട് അതങ്ങനെ കാണിക്കുന്നു. അതേസമയം നാട്ടുകാരിടപെട്ട് പൊതുജനം മൊത്തം ഒന്നിച്ച് ഒരു വീട് വെച്ചു കൊടുത്തു. വീട് വെക്കുക മാത്രമോ, പ്രോപ്പർട്ടി അവളുടെ പേർക്കാക്കി കൊടുത്തു. ആ കുട്ടികളുടെ പഠിപ്പ് ഏറ്റെടുത്തു. 2 മക്കളുടെയും പഠിപ്പ് ഏറ്റെടുത്തു. സർവത്രമായ എല്ലാ സംരക്ഷണവും കൊടുത്തു, ഉറപ്പുവരുത്തി, ജോലി കൊടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പരിപാടി? അപ്പൊ അത് നമ്മൾ സംസാരിക്കും, അത്രേ ഉള്ളൂ. പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടോട് കൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കും. അത് സ്വാഭാവികമായ ഒരു നീതിയാണ്. അതിനകത്ത് ആരും കിടന്ന് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതില് ഈ പെൺകുട്ടികളുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപഠിക്കുന്നത് ആരാണ്? മുതിർന്നവരെയാണ്. ഇവരുടെ വീട്ടിലെ മുതിർന്ന കുട്ടികൾ എന്താണ് കാണിക്കുക? അവർ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പിക്ചേഴ്സും ഇത്തരത്തിലുള്ള വീഡിയോസും ഇടാനാണ്. അതാണ് താരാ കല്യാണിന്റെ മകള് ഞാൻ റെഫർ ചെയ്ത് തന്നത്. അവള് കാണിക്കുന്നുണ്ടല്ലോ, അവള് നല്ല മോഡേൺ കുട്ടിയാണ്, നല്ല മോഡേൺ വസ്ത്രങ്ങളും ധരിക്കാറുണ്ട്, അങ്ങനെ വളരെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അവളുടെ വീട്ടിലെ മുഴുക്ക ജോലി ചെയ്യുന്നു. അവൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ? അവളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മോശമാണോ? അവളുടെ അമ്മ എന്തു വന്നാലും മതില് പോലെ നിലനിൽക്കുകയാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. മറ്റൊരു ജീവിതം പോലും തിരഞ്ഞെടുക്കാതെ താരാ കല്യാൺ സ്ട്രോങ് ആയി ആ കുട്ടിക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. എന്നിട്ടും ആ കൊച്ചെന്തെങ്കിലും ഉള്ളാവത്തരം കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കണ്ടുപിടിക്കുന്നേ. അവള് സബ്സ്ക്രിപ്ഷൻ ആക്കിയിട്ടുണ്ട്, നല്ല ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പോയി അത് നോക്ക്. നിങ്ങൾക്ക് എന്താ അത് പറ്റത്തില്ലേ? സബ്സ്ക്രിപ്ഷന് പൈസ ഉണ്ടെങ്കിൽ താരാ കല്യാണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കൊച്ചുങ്ങൾക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കുക. അവള് പറഞ്ഞില്ലേ എല്ലാം ഇതല്ല എന്ന്? അത് തന്നെ എനിക്കും പറയാനുള്ളൂ. താരാ കല്യാണിന്റെ മകള് പറഞ്ഞതിന്റെ ഇതേ എനിക്കും പറയാനുള്ളൂ. എല്ലാവരും അതല്ല. ഇപ്പോ ലക്ഷ്മി നായർ കാണിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ഈ റീസെന്റ് ഐശ്വര്യ ലക്ഷ്മി ഒരു ഉടുപ്പിട്ടുകൊണ്ട് വന്നിരുന്നു, നടുക്ക് ഇങ്ങനെ പൊളന്ന് വെച്ചിട്ട്. എന്താണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ ശരീരം മറയാനുള്ള ഒരു ഡ്രസ്സ് ഇടുന്നു. ഇനിയിപ്പോ നമ്മൾ സ്ലീവ്ലെസ് ഇടാം. എന്തുകൊണ്ടെന്നറിയാം? ചൂടാണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ഇടാം. കൈയില്ലാത്ത ഒരു ഇത് ഇടുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇതെന്താണ് ഈ വട്ടത്തിൽ ഇവിടെ പൊളന്നു വയ്ക്കുന്നത്? എന്തിനാ അത് ചെയ്യുന്നത്? അതിൽ കൂടെ കാറ്റ് കയറുമോ? അതല്ല, ഞാനൊരു സാധനമാണ്, ഞാനൊരു നല്ല സംഭവമാണ്, കണ്ടോളൂ, വന്നോളൂ, വരൂ. അതാണ് അവരുടെ ഉദ്ദേശം. അത് ചെയ്യുന്നതിൽ അവർക്ക് ലവലേശം നാണക്കേടില്ല. അങ്ങനെ ഞാൻ കാണിക്കും, നിങ്ങളത് നോക്കിക്കോളൂ. ഇത് നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിലേക്ക് ആളുകൾ നോക്കിയിട്ട് വല്ലതുമൊക്കെ പറയും എന്നുള്ളൊരു ധാരണ അവർക്ക് ഇല്ലാഞ്ഞിട്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പോ ഒരുത്തരിക്ക് കാമപ്രാന്ത് വന്ന് അവനിക്ക് റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ എന്റെ ഫോട്ടോ ഉപകരിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത സന്തോഷം കൊടുക്കുന്നുണ്ട്. അവന് റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള ഒരു മെറ്റീരിയലാണ് ഞാനെന്ന് അവർ സ്വയം ചിന്തിച്ചങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മൾ അവരെ തിരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? ലെറ്റ് ഇറ്റ് ഗോ. അവരങ്ങനെ ആയിക്കോട്ടെ. അവർ സബ്സ്ക്രിപ്ഷൻ ചെയ്തല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ പോയി കയറി എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യാൻ പോണത്? മൈൻഡ് യുവർ ഓൺ ബിസിനസ് യാർ. പിന്നെ നിമിഷ ബിജുവിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. കാല് മേലോട്ട് പൊക്കി വെച്ചിട്ട് ആര് ജയിക്കുമെന്ന് ചോദിക്കുന്നത്. അവൾക്കതാണ്. അവൾക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അവരുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാം, എന്തെല്ലാം തൊഴിലുകൾ എടുക്കാം, അതൊന്നും പറ്റത്തില്ല. അവൾക്ക് മനസ്സിലായി അവളുടെ ശരീരം നല്ലൊരു സാധനം, അത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും. കക്ഷത്തിന് ആളുണ്ടെന്ന്, ഫാൻ ഉണ്ടെന്ന് സ്വയം പറയുന്ന പമ്പര വിട്ടികളെ നമ്മൾ എന്ത് പറയാനാ? ഞാൻ നിഷാന വ്ളോഗ് നോർമൽ ലൈവിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് നിഷാന വ്ളോഗിന്റെ സ്വന്തമായിട്ട് കക്ഷ മണപ്പിക്കുകയാണിരുന്നു. സത്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഛർദ്ദിക്കാനാണ് തോന്നിയത്. നമ്മുടെയൊക്കെ കക്ഷത്ത് അങ്ങനെ ഒരു മണം വന്നാൽ ഞാനൊക്കെ അപ്പോഴും പോയി കുളിക്കും. അതാണ് ഏറ്റവും സേഫ് സോൺ. അത് പോയി കുളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കക്ഷ മണപ്പിച്ചിട്ട് നാട്ടുകാരുടെ അടുത്ത് പറയും എന്റെ കക്ഷ ഭയങ്കര മണവാ, നല്ല രസമുണ്ട് എന്നിട്ട് കുലിക്കുകയാണ് ഇരുന്ന്. എന്തൊക്കെയോ കുലുക്കുക, കരിക്ക് കുലിക്കുന്നു, സബ്സ്ക്രിപ്ഷൻ എടുക്കൂ എന്ന് പറയുന്നു. അവർക്കൊന്നും ഈ നാട്ടില് എത്രത്തോളം പെണ്ണുങ്ങൾ സ്ട്രഗിള് ചെയ്തു എന്നും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത് എന്നുള്ള ഒരു ബോധമില്ലാത്ത സ്ത്രീകളോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയുമോ, നോർത്ത് സൈഡിൽ ഇപ്പം സനാതന മർമ്മം പറയുകയാണെന്നുണ്ടെങ്കിലും ഈ BJP-കാരുടെ കേസാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നോർത്ത് സൈഡിലൊക്കെ ജോഹർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. രാജാക്കന്മാർ തമ്മിൽ തല്ലുമ്പോൾ
ഒരു രാജാവ് തോറ്റു എന്ന് അറിയുകയാണെങ്കിൽ, അതായത് അവരുടെ രാജാവ് യുദ്ധഭൂമിയിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ആ നാട്ടിലുള്ള സർവ്വത്ര പെണ്ണുങ്ങളും കൂടെ ഒരു കുഴി അങ്ങോട്ടുണ്ടാക്കും, അതിനകത്തേക്ക് പോയി അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയും. കാരണം ജയിച്ചു വരുന്നവന്മാര് ആദ്യം എടുക്കുക നമ്മളെ ആയിരിക്കും. നമ്മൾ ഇന്നലെ വരെ ജീവിച്ച, രാജാവിന്റെ ഭാര്യയായി ജീവിച്ച, രാജാവിന്റെ ഭൃത്യയായി ജീവിച്ച നമുക്ക് അവന്മാരുടെ ആ ഒരു ലക്സ്റ്റിന് പാത്രമാകേണ്ടി വരും. താല്പര്യമില്ല, മരിച്ചു കളയണാണ് ശരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രമാണത്. ചരിത്രം പഠിക്കണം. അഭിമാനബോധം എന്തെന്നൊരു പെണ്ണിന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, അത് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. നമ്മൾ എവിടെയും ചെന്ന് നമ്മളെ ഡ്രസ്സ് ഊരി കാണിച്ചിട്ട് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്നതിനാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇപ്പോ സ്പേസിലേക്ക് പോയാൽ അവരെത്ര തുണി ഊരി കാണിക്കുന്നു? അവർക്ക് തുണി ഊരി കാണിച്ചാലാണ് കോൺഫിഡൻസ് കിട്ടുക. നിങ്ങളുടെ താരാ പറഞ്ഞേ? അങ്ങനെ ചില പെൺകുട്ടികൾ സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ്. തുണി ഊരി എറിഞ്ഞാൽ ഞാൻ സ്വതന്ത്രയായി, ഇതാണ് മോഡേണിസം, ഇതാണ് വിമൺ എംപവർമെന്റ് എന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ എന്ത് പറയാനാ? ഇതല്ല വിമൺ എംപവർമെന്റ്. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആ പറഞ്ഞ അഭിപ്രായം അത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം. അത് മാത്രമല്ല, സഹജീവിയായിട്ട് പരിഗണനയല്ല വേണ്ടത്. നീയല്ല ഞാൻ, നിന്നെക്കാൾ ഒരു പടി മകളിലാണ് ഞാനെന്ന് കാണിക്കാൻ ഓരോ സ്ത്രീക്കും സാധിക്കുന്നിടത്ത് ഇവിടെ വിമൺ എംപവർമെന്റ് ഒക്കെ ഓക്കെ ആയിട്ട് വരും. പല അവന്മാരും ഈ ലക്ഷ്മിയുടെ ഈ നടുക്ക് ഉള്ള ഓട്ടയെ പൊലിപ്പിച്ചുകൊണ്ട്, അതെന്താ കുഴപ്പം? അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ റൂൾ, ഇറ്റ്സ് മൈ ചോയ്സ്, ഇറ്റ്സ് മൈ റൂൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ അമ്മയെ പെങ്ങളെയൊക്കെ എങ്ങനെ വിടുകൂടെയെന്ന് ചോദിക്കും. ഇടേ, അത് അവനോട് ചോദിക്കരുത്. അവന് പൈസ ഒക്കാതെ വന്നാൽ അവൻ ആദ്യം ചെയ്യുക അതായിരിക്കും. അതുകൊണ്ടാണ് അവൻ മറ്റൊരു പെണ്ണിന്റെ കേസ് അങ്ങനെ പറയുന്നത് കുഴപ്പമില്ലെന്ന് പറയുന്നത്. അവനതൊരു പ്രശ്നമല്ല. അവന് ജസ്റ്റ് അവന്റെ കാര്യം സാധിക്കാൻ സമയത്ത് അവനൊരു ഹോൾ വേണം, ആ ഹോൾ അവിടെ ഉണ്ടാകും. ബാക്കി ആർക്ക് എന്ത് വന്നാലും അവർക്ക് നോ പ്രോബ്ലം ഇട്ടാം. ഇത് സദാചാരവാദമാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് സദാചാരമല്ല, ഇത് സാംസ്കാരികവാദമാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മൾ കാലങ്ങളായി കഷ്ടപ്പെട്ട്, എത്രയോ മനുഷ്യർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1947 സ്വാതന്ത്ര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ പെണ്ണുങ്ങളുടെ മുലഞ്ഞെട്ടുകളിൽ ഈ വെള്ളക്ക ഉണ്ടല്ലോ, അത് കൊളുത്തിയിട്ടു. റൗക്ക ഇട്ടേനാ, ബ്ലൗസ് ഇട്ടതിന് കൊളുത്തിയിട്ടു. ഈ ചാന്നാർ ലഹള തൊട്ട് ഇങ്ങോട്ട് നാടാത്തി പെണ്ണുങ്ങൾ ഉടുപ്പിട്ടു എന്ന് പറഞ്ഞോണ്ടാ. നാടാത്തി പെണ്ണുങ്ങൾ തന്നെ ഉടുപ്പിടുന്നെന്നാ ചോദ്യം. അങ്ങനെ കഷ്ടപ്പാടിന്റെ അങ്ങേ തലക്കിലാണ്. ഇന്നുമുണ്ട് ആ ഡിസ്ക്രിമിനേഷൻ, ഇന്നുമുണ്ട് ആ ഡിസ്ക്രിമിനേഷൻ, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മോചിതരായിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഓരോരുത്തർ തുനിഞ്ഞ് ഇത് ചെയ്താൽ ഇതാണ് സ്ത്രീത്വം എന്ന് നിങ്ങൾ പറയരുത്. ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ട്രാൻസ് വിഭാഗം ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കോപ്പി അടിച്ചുകൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നത്. ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതുക, പുട്ടി അടിച്ചു വെക്കുക, അരകുറ തുണി ഇടുക, അല്ലെങ്കിൽ സാരി ഉടുത്തിട്ട് ഒരു ഭാഗം തുറന്നു കാണിക്കുക. ഇതല്ല സ്ത്രീ, ഇതിനെയല്ല സ്ത്രീത്വം എന്ന് പറയുക. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അമ്മ ഒരു സ്ത്രീയായിരുന്നു. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് വേണം, ബോധം വേണം. അതാണ് സ്ത്രീ. അതിനെയാണ് സ്ത്രീത്വം എന്ന് പറയുക. സഹനമുണ്ട് അതിനകത്ത്, ത്യാഗമുണ്ട് അതിനകത്ത്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതിനെ സ്ത്രീ എന്ന് പറയും. ഇവിടെ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്കോട് ദേഷ്യമുള്ളവർ ഇപ്പോഴും പറയണത് അവരെ ഈ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ അധികം ഉണ്ടാക്കുന്നതിനെതിരായിട്ട് അവർ അവരുടെ ഇളയ മകനുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സഞ്ജയ് ഗാന്ധി ഈ അത് മറ്റേതങ്ങ് കട്ട് ചെയ്ത് കളയും, ആണുങ്ങളത് പിടിച്ചു വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കൊച്ചുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇപ്പോഴും അവരോട് വൈരാഗ്യമുള്ളവർ പറയണത് എന്താണെന്ന് അറിയാമോ? അവരെപ്പോ അതിനെതിരെ സമരം ചെയ്തോ അവരുടെ ഗർഭപാത്രം അരിപ്പയാക്കിയെന്ന്. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഇവിടെയില്ല. ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു വർത്തമാനവും ഇല്ല. അതായത് മമതയെ കടന്ന് തെറി വിളിക്കുന്നു. ആ സ്ത്രീ സ്ട്രെയിറ്റ് ഫോർവേഡായി അവിടെ നിന്നത് കൊണ്ട് എത്രയോ പേര് സംരക്ഷിക്കപ്പെട്ടു. അതൊന്നും ആർക്കും സംസാരമില്ല. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, നമുക്കിടയിൽ തന്നെ നോക്കാം, ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെയായിരുന്നു സ്ത്രീകൾ. അവരാരും അരയും കുറയും 1.5 ഇഞ്ചും കാണിച്ചല്ല എത്തിയത്. പല ആണുങ്ങളും പരാതി പറയുന്ന ഒരു കാര്യമാണ്, സബ്സ്ക്രിപ്ഷൻ ആണുങ്ങൾ തുടങ്ങിയാൽ ആരും കാണാനില്ല എന്ന്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾക്കതൊരു കൗതുകമല്ല, പക്ഷെ നിങ്ങൾക്കതൊരു കൗതുകമാണ്. അങ്ങനെ ഒരു കൗതുകം അതിനകത്തില്ല എന്ന് നിങ്ങളുടെ ആൺമക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആകാം. അത് ചെയ്യാൻ തയ്യാറല്ലാത്തടത്ത് ഞാൻ എമ്മാത്രം, എനിക്കിതൊക്കെ പറയാനേ പറ്റുള്ളൂ. ഈ പെൺകുട്ടിയുടെ കേസിൽ, ഈ പെൺകുട്ടി എന്നല്ല ആ കുടുംബത്തിലെ ആ 4 പിള്ളേരുടെ കേസിലും എനിക്കൊന്നും പറയാനില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് പരസ്പരം തന്നെ മനസ്സിലാവേണ്ട ഒരു കാര്യം, അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ്. അവര് ഏറ്റവും ഫ്രീഡം അനുഭവിക്കുന്ന പെൺകുട്ടികളാണ്. അവർ സൊസൈറ്റിക്ക് നല്ല മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും. അവർക്ക് ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്നെങ്കിൽ ലളിതം ആയിക്കോട്ടെ. എനിക്ക് അതിനകത്ത് അഭിപ്രായമില്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം എടുക്കുന്നില്ല, താല്പര്യമില്ല.
ഇത് പബ്ലിക് ഡൊമൈനിലാണ് ആ കൊച്ചിട്ടിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. ഇതിപ്പോ നീ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കൊടുത്തുന്നു, ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് അവൾ അവിടെ സബ്സ്ക്രിപ്ഷൻ ഇട്ടതാണ്. നിനക്ക് നാണമില്ലേ അത് പോയി കോപ്പി എടുത്ത് കൊണ്ടിടാൻ? അവൾക്ക് 100 രൂപ വേറെ ആരെങ്കിലും ഒക്കെ കൊടുത്ത് അത് എടുക്കുമായിരുന്നു. അവൾക്ക് അറിയത്തില്ല ഇത് ആണുങ്ങൾ കാണുമെന്ന്. അറിഞ്ഞുകൊണ്ട് അത് ഇട്ടതല്ലേ. അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ കൊച്ചിട്ട കാര്യത്തിന് നമ്മൾ എന്ത് പറയാനാ? ഇതിനൊന്നും പറയാല്ലേ. പബ്ലിക് സ്പേസിൽ നിങ്ങൾ ഇതുപോലെ ന്യൂഡിറ്റി കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം, നിങ്ങൾക്ക് പരാതിപ്പെടാം. ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടാം. ഇപ്പോഴുമുണ്ട് ഇതുപോലുള്ള ചാനലുകൾ ബഹിഷ്കരിക്കണമെന്നും ഇതുപോലുള്ള ചാനലുകൾ ഇവിടെ നിർത്തലാക്കണമെന്നും നമുക്ക് പരാതിപ്പെടാം. ഒരു ഉദാഹരണം പറയാം. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ലിറിൽ സോപ്പിന്റെ പരസ്യം നിരോധിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ലിറിൽ സോപ്പില് ബിക്കിനി ഇട്ടുകൊണ്ടാണ് ആ പെൺകുട്ടി ആ ഇതിനകത്ത് അഭിനയിച്ചത്. ഇന്നത് നിരോധിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ രാജീവ് ഗാന്ധി അന്നത് നിരോധിച്ചായിരുന്നു. നമ്മൾ TV വെക്കുന്ന സമയത്ത് ഈ ലിറിൽ സോപ്പിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇന്ന് ആ സോപ്പിന്റെ പരസ്യത്തിൽ കണ്ട ആ പെണ്ണിനേക്കാൾ വൾഗറായിട്ട് അതിനേക്കാൾ മോശമായ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നായികമാര് അഭിനയിക്കുന്നിട്ട് അവർ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. അതിനെ സ്വാതന്ത്ര്യം എന്നല്ല പറയുക. സ്വയം വിൽക്കപ്പെടുകയാണെന്നുള്ള ബോധമില്ലാത്ത മനുഷ്യരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.